Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മെമ്മറീസ് എന്ന് പറഞ്ഞ പ്രഭുപാദിന്റെ. അപ്പം അതിൽ പല പല ശിഷ്യന്മാരും പ്രഭുപാദുമായിട്ട് ഇടപഴകുന്ന കാര്യങ്ങളും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാക്ഷാത്കാരവും പറയുന്ന ഒരു ബുക്കാണ്. അതിൽ ഒരു ഡിവോട്ടി വോളിയം 1 വായിച്ചാണ്, രേവതി നന്ദൻ ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി. അദ്ദേഹം മായാപ്പൂരുണ്ടായിരുന്നൊരു ഡിവോട്ടിയാണ്. അപ്പം അദ്ദേഹം തൻ്റെ ഒരു അനുഭവം, പ്രഭുപാദുമായിട്ടുള്ളൊരു അനുഭവം പറയുന്നതാണ്. അപ്പം അന്ന് ഫസ്റ്റ് ഈ ടെമ്പിൾ വരുന്നതിന് മുമ്പ് ലോങ് ബിൽഡിംഗ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു, നീളത്തിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പ്രഭുപാദ് മായാപ്പൂര് രണ്ടുപേരെയാണ് ഏൽപ്പിച്ചത്, ജയപ്രതാക മഹാരാജിനെയും ഭവാനന്ദ മഹാരാജിനെയും. രണ്ടുപേരാണ് അവിടെ അത് മാനേജ് ചെയ്യുന്നത്. അപ്പം ഡിവോട്ടീസിന് ആദ്യകാലത്തൊരു ധാരണ ഉണ്ടായിരുന്നു, നമ്മൾ ഭയങ്കര ഓസ്റ്റിയറായിട്ടിരിക്കണം, ഫുഡൊക്കെ കുറച്ച് അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടെ പലരും മാൽനറിഷ്ഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്, ഡിവോട്ടീസ് എല്ലാം, ഫുഡൊക്കെ കുറച്ച്. അപ്പം പ്രഭുപാദ് ആ സമയത്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം പ്രഭുപാദ് റൂമിലുണ്ടായിരുന്നു. ചില ഡിവോട്ടീസ് പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് ശരിക്കും ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നടന്നിട്ട് രേവതി നന്ദൻ പ്രഭു ഒക്കെ ആ കോറിഡോറിൽ നിൽക്കുമായിരുന്നു, പ്രഭുപാദ് റൂമിൽ നിൽക്കുമായിരുന്നു. പ്രഭുപാദ് പറഞ്ഞു കോൾ ജയപ്രതാക എന്ന് പറഞ്ഞു, ജയപ്രതാക മഹാരാജിനെ വിളിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു റൂമിനകത്ത് കയറിയപ്പോഴത്തേന് പ്രഭുപാദ് ഒരു ഗർജനം പോലെയാണ് പറഞ്ഞത്, വൈ ആർ ലുക്കിംഗ് ഗ്രീനിഷ്. കണ്ട ഗ്രീനിഷ് ആയിട്ടിരിക്കുന്ന എന്താ, അതായത് നമ്മൾ വിളറി കേരളത്തിൽ പറയല്ലോ വിളറിയിരിക്കുന്നു. അപ്പോൾ എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പ്രഭുപാദ് തന്നെ അതിന്റെ സൊല്യൂഷനും പറഞ്ഞു. പ്രഭുപാദ് വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞത്. പ്രഭുപാദ് പറഞ്ഞു, ഇവിടെ പോയി ഈ മായാപ്പൂരിൽ സ്വീറ്റ് മർച്ചൻസിന്റെ അടുത്ത് പോകണം, നല്ല ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത്, പാല് കൊണ്ടുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകണം. എന്നിട്ട് അവരെവിടുന്നാണ് ഫ്രഷ് ആയിട്ടുള്ള തൈര് മേടിക്കുന്നതെന്ന് ചോദിക്കണം. അപ്പം അവർ ഏറ്റവും നല്ല തൈരായിരിക്കും അവർ സ്വീറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള തൈര് എവിടാണ് കിട്ടുന്നതെന്ന് നോക്കണം. എന്നിട്ട് നീ അവിടെ പോകണം. എന്നിട്ട് ഓരോ ഡിവോട്ടിക്കും ഒരു ഗ്ലാസ് തൈര് വെച്ച് മേടിക്കണം. അവിടെ ഉള്ള മായാപ്പൂർ താമസിക്കുന്ന ഓരോ ഡിവോട്ടിക്കും ഒരു ഗ്ലാസ് തൈര് വെച്ച് മേടിക്കണം. എന്നിട്ട് അത് കൊണ്ടുവരണം. പിന്നെ എങ്ങനെ കുക്ക് ചെയ്യണമെന്നും പ്രഭുപാദ് പറഞ്ഞു. ചെറിയ ചൂടത്ത് അത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഉപ്പും കായോ ഇട്ട് അത് കുക്ക് ചെയ്തെടുക്കും. നമ്മുടെ ഇവിടുത്തെ മോരാണ് ബട്ടർ മിൽക്ക്. പിന്നെ അവിടെ ദൊയ് ബാജ എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണം. എന്നിട്ട് എല്ലാവർക്കും അത് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫുഡിന്റെ കൂടെയും കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ചോറ്, ദാല്, ചപ്പാത്തി, സബ്ജി, ഇത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷെ ഇതും കൂടെ പിന്നെ അതിനകത്ത് ബട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ രേവതി നന്ദൻ പ്രഭു അത് കഴിഞ്ഞിട്ട് പറയുന്നത്, പ്രഭുപാദ് അങ്ങനെ അത് ചെയ്തതുകൊണ്ട് എല്ലാവരും പിന്നെ അവരുടെ മാൽനറിഷ്മെന്റ് അസുഖങ്ങൾ, പല അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിവോട്ടീസിന്. ആ ബട്ടർ മിൽക്കും കൂടെ ആ ഡെയിലി അതിനകത്ത് ആഡ് ചെയ്തപ്പോഴത്തേന് അവരുടെ മിക്ക അസുഖങ്ങളും അവരുടെ മാൽനറിഷ്മെന്റ് മാറി എന്നുള്ളത് പറയുന്നുണ്ട്. പ്രഭുപാദ് അത്രയും നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് പ്രീച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ശരീരത്തിന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് പ്രഭുപാദ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് രേവതി നന്ദൻ പ്രഭുപാദ്.